നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശിക്കുന്നത്. ഇതൊരിക്കലും പൂർണ്ണമായ ഫലമല്ല, സമ്പൂർണ്ണ ഫലമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇവർക്ക് വന്നു ചേരാവുന്ന ദോഷഫലങ്ങളെക്കുറിച്ചും മറ്റും വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതാകുന്നു. ഈ വീഡിയോയിലൂടെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2024 എന്ന വർഷത്തിൽ വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ 2024 എന്ന പുതുവർഷത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കാം. ദീർഘനാളായി നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ വിഷമതകൾ ഒഴിയുകയും കൂടാതെ സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. മാതൃസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. വലിയ വിജയങ്ങൾ ലഭിച്ചില്ല എങ്കിലും ഒരു പരിധിവരെ ലക്ഷ്യത്തിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളും ഈ സമയം നടക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മനഃശക്തി വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മനഃശക്തി വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വിദ്യാഭ്യാസപരമായിരിക്കും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. വിദ്യയിൽ പുറകിലായിരുന്നവർക്ക് പോലും ഈ സമയം വിദ്യയിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. വിദേശത്ത് വിദ്യ അഭ്യസിക്കുവാൻ അല്ലെങ്കിൽ വിദേശത്ത് പഠനം നേടാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം വിദേശത്ത് ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ഒരു പരിധിവരെ ഒഴിഞ്ഞ് ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആശ്വാസം ലഭിക്കും എന്ന് തന്നെ പറയാം. നവംബറിന് ശേഷം കർമ്മരംഗത്ത് പെട്ടെന്നൊരു ഉയർച്ച വന്ന് ചേരാവുന്നതാകുന്നു. നവംബറിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കും. ധനപരമായ നേട്ടങ്ങൾ, അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഉയർച്ച നേടുവാൻ സാധിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നവംബറിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ പുതിയ സംരംഭങ്ങളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഏത് പ്രതിസന്ധിയാണ് എങ്കിലും അതിൽ പിടിച്ച് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പതറാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ പ്രയാസങ്ങൾ പോലും വന്നു ചേരും എന്ന് വിചാരിക്കുന്ന അവസരത്തിൽ അത് മറികടക്കുവാൻ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. പുതിയ കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും. എന്നാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. അതല്ല എങ്കിൽ ഈ കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ കൂട്ടുകെട്ടുകൾ ഫലത്തിൽ പറയുകയാണ് എങ്കിൽ അനുകൂലം തന്നെയാകുന്നു.
അതിനാൽ ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ നാളായി നിങ്ങൾക്ക് വിവാഹാലോചനകൾ അത് ശരിയാകാത്ത അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ ഈ വർഷം കാര്യങ്ങൾ അല്പം മെച്ചപ്പെടുന്ന സമയമായി ഭവിക്കുന്നതാകുന്നു. വിവാഹം ഈ വർഷം നടക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയങ്ങളിൽ തന്നെ നോക്കി തുടങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പുതുവർഷത്തിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുവാൻ, തീർത്ഥാടനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ആ ക്ഷേത്രങ്ങളിൽ ദർശനപുണ്യം ലഭിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഗൃഹം മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഗൃഹം പണിയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എങ്കിലും തടസ്സങ്ങൾ വളരെയധികം വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ വാഹനയോഗം ഈ സമയം വന്ന് ചേരാവുന്നതാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ വാഹനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കടം നൽകിയ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കടങ്ങൾ അത് കൈവായ്പയാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കുന്ന അവസരങ്ങളാണ് ഉണ്ടാവുക. അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം കൈവരുന്നതാകുന്നു. ധനം കൈകളിലേക്ക് വന്നു ചേരുകയും അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഈ ധനം ഉപയോഗിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടം സംഭവിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും ഈ സമയം ഇവർക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കുക. എന്നാൽ വിശദമായ ഫലപ്രകാരം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്.